ഹലോ, നമസ്കാരം ഗായ്സ്. ഇന്ന് ഞാൻ നട്ട കുക്കമ്പർ വിളവെടുക്കുകയാണ്. ഇത് 2 ഐറ്റം കുക്കമ്പറാണ് ഇതിൽ നട്ടത്. ഒന്ന് സ്നോ വൈറ്റ് കുക്കമ്പർ, വൈറ്റ് കളർ കുക്കമ്പർ. ഒന്ന് ഗ്രീൻ കളർ സാധാ നമ്മളെ കാമദാരി വിത്ത് നാക്കി നട്ട സാധാ ഗ്രീൻ കുക്കമ്പർ. അപ്പോൾ ഞാനും എൻ്റെ മക്കളും പാടെ കൂടി വിളവെടുക്കാമെന്ന് കരുതി. ഫസ്റ്റ് വിളവെടുപ്പാണ്, രണ്ടാമത്തെ വിളവെടുപ്പാണ്. കാരണം ഫസ്റ്റ് വിളവെടുത്തിട്ട് 4-5 അടിയിൽ നിന്ന് മാത്രം ഇപ്പോൾ ഏകദേശം പന്തൽമ കയറി ഏകദേശം നല്ല ഗ്രോത്തായി കായ്. ഫസ്റ്റ് വിളവെടുപ്പ് പന്തൽമെന്ന് ശേഷം ഫ്ലവറൊക്കെ ആയി തുടങ്ങി, നല്ല ഫ്ലവറായി കിട്ടുന്നുണ്ട്. നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഏതൊരു പച്ചക്കറി നട്ടാലും അത് വിളവെടുക്കുമ്പോൾ ഒരു സന്തോഷം അതൊരു വേറെ തന്നെ. ഇത് പച്ചക്കറി നട്ട് വിളവെടുക്കുമ്പോൾ വിളവെടുത്തവർക്കറിയാം അതിനെപ്പറ്റിയുള്ളൊരു സന്തോഷം. അത് ചെറുതോ വലുതോ ആകട്ടെ, ഒരു മുളക് നട്ടിട്ടും ആ നട്ടിട്ട് അതിന്മേൽ മുളക് പറിക്കുമ്പോൾ അതിൽ നിന്നൊരു സന്തോഷം വേറെ തന്നെ. അത് പൈസ കൊടുത്താലോ ഇത് കൊടുത്താലോ കിട്ടുന്നൊരു സന്തോഷമല്ല. കണ്ടോ, ഇതൊക്കെ സ്നോ വൈറ്റാണ്. ഇത് സ്നോ വൈറ്റ് കുക്കമ്പറാണ്. ഏകദേശം നല്ല മാല പോലെ ഇരിക്കുന്ന കുക്കമ്പറാണ് ഈ സ്നോ വൈറ്റ്. നല്ല ടേസ്റ്റുമാണ് ഈ സ്നോ വൈറ്റ് കുക്കമ്പർ. വളരെയധികം ടേസ്റ്റുള്ളൊരു കുക്കമ്പറും കൂടി ആണ്. ഇത് സ്നോ വൈറ്റാണ്. രണ്ടും മിക്സാക്കി ഉണ്ടാക്കി, കാരണം നമുക്ക് രണ്ടും കഴിക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ മിക്സാക്കി ഉണ്ടാക്കിയത്. പിന്നെ കുക്കമ്പറിന് കാര്യമായ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. കാരണം ഞാൻ ഇതിൽ കാര്യമായ വളമൊന്നും കൊടുത്തിട്ടില്ല. നട്ട സമയത്ത് കുറച്ച് എല്ലുപൊടിയും വേപ്പും ഉണ്ടാക്കും ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഫ്ലവർ ആണ സമയത്ത് ഒരു പൊട്ടാഷ് കുറച്ചിട്ട് കൊടുത്തു. കാരണം കായ് ഫലം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ വളം ഈ കാണുന്ന നട്ട ഈ കുന്നുമലൊക്കെ പുല്ലും ചമ്മലും ഇട്ട് മണ്ണിട്ട് കാണ്ട് അയിമലാണ് ഞാൻ തൈ നട്ടത്. നല്ല ഇല നല്ല പുല്ലും ഒക്കെ പാടിട്ട് കാണ്ട് മേലിട്ടാണ്ട് മണ്ണിട്ട് കാണ്ടാണ് ഈ തൈ ഇതിമ്മ നട്ടത്. അതാണ് ഇത് നല്ല ഗ്രോത്തായിട്ട് വളർന്നത്. ഇത് ഫസ്റ്റ് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ നല്ല വിളവെടുത്തിട്ടുണ്ട്. പിന്നെ ഏത് തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് ഈ കുക്കമ്പർ. കാരണം സിമ്പിളാണ് ഈ കൃഷി, വളരെ സിമ്പിളാണ്. ഒരു 2-3 തൈ നട്ടാൽ അവനവൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ കുക്കമ്പർ അവന് പറിക്കാം. പിന്നെ കീടങ്ങളെ അറ്റാക്ക്, വെള്ളീച്ചയുടെ ശല്യമാണ് ഇതിന്. കായായി കഴിഞ്ഞാൽ വെള്ളീച്ചയുടെ ശല്യവും പിന്നെ ഈ തൈ ആയി കഴിഞ്ഞാൽ ആമവണ്ണിൻ്റെ ശല്യവും. അത് രണ്ടുമാണ് ഇതിന് കുക്കമ്പറിന് ആകെ പ്രശ്നം. അതിന് നമ്മൾ വെള്ളീച്ചയുടെ ശല്യം കുറച്ചൊക്കെ ഉണ്ടാകും. പിന്നെ അത് കുറച്ച് കുത്തിയാലും പിന്നെ നമുക്ക് കഴിക്കാം. മരുന്നും കാര്യങ്ങളൊന്നും അടിക്കരുത് ഒരിക്കലും. കുക്കമ്പർ ഒരിക്കലും നമ്മൾ ഒരു പച്ചക്കറിക്കും നമ്മൾ മരുന്നും കാര്യങ്ങളും അടിക്കരുത്. അപ്പോൾ വെള്ളീച്ചയുടെ ശല്യം അങ്ങനെയാണ്. ഇതാ കണ്ടോ വിളവ്, ഉഷാറായി വിളവ് കണ്ടോ, നല്ല അടിപൊളി. ഒരു 200 ഗ്രാമോളം തൂക്കമുള്ള ഓരോരോ കുക്കമ്പർ കണ്ടോ, അടിപൊളി. അൽഹംദുലില്ലാ നല്ല അടിപൊളി. ഓക്കെ, നമസ്കാരം.